ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അമൃത കല്യാണി. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപതി മുർമുവിന്റെ ഒഡീഷ സന്ദർശനം തുടരുന്നു. ഇന്ന് ബെറാംപൂർ സർവകലാശാലയുടെ 25ാമത് ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കും. 2047ഓടെ ഇന്ത്യ വികസിത രാജ്യമാകുമെന്ന് പ്രധാനമന്ത്രി. ജാർഖണ്ഡിൽ 35,700 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് ശ്രീ നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. ഇറാനിൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. അസംബ്ലീസ് ഓഫ് എക്സ്പേർട്സിലെ 88 അംഗങ്ങളെയും തിരഞ്ഞെടുക്കും. കേരളത്തിന് സംയോജിത ചരക്ക് സേവന നികുതി വിഹിതം ഉൾപ്പെടെ 4,000 കോടിയോളം രൂപ അനുവദിച്ച് കേന്ദ്ര ധനമന്ത്രാലയം. നികുതി വിഹിതമായി 2,736 കോടി രൂപ ലഭിക്കും. ദുബായ് ഓപ്പൺ ടെന്നീസ് പുരുഷ ഡബിൾസ് സെമിയിൽ ഇന്ത്യയുടെ യുകീബ് ഹാംബ്രി സഖ്യം ഇന്നിറങ്ങും. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഇന്ന് യുപി വാരിയേഴ്സ് ഗുജറാത്ത് ജയന്റ്സ് പോരാട്ടം. വാർത്തകൾ വിശദമായി. 4 ദിവസത്തെ സന്ദർശനത്തിനായി ഒഡീഷയിലെത്തിയ രാഷ്ട്രപതി ദ്രൌപതി മുർമു ഇന്ന് ബെറാംപൂർ സർവകലാശാലയുടെ 25ാമത് ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കും. തുടർന്ന് കട്ടക്കിൽ ബ്രഹ്മകുമാരീസിന്റെ സുവർണ ജൂബിലി ആഘോഷത്തിലും പങ്കുചേരും. സന്ദർശനത്തോടനുബന്ധിച്ച് സംസ്ഥാനത്ത് വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജാർഖണ്ഡ്, പശ്ചിമബംഗാൾ, ബിഹാർ സന്ദർശനത്തിന് തുടക്കമായി. രാവിലെ ജാർഖണ്ഡിലെ ധൻബാദിലെത്തിയ പ്രധാനമന്ത്രി സിന്ദ്രി രാസവള നിർമ്മാണ പ്ലാന്റ് സന്ദർശിച്ചു. സംസ്ഥാനത്ത് 35,700 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. 2047ഓടെ രാജ്യം വികസിത രാജ്യമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രത്യാശ പ്രകടിപ്പിച്ചു. യൂറിയ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യത്തോടെയാണ് രാജ്യം മുന്നേറുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. हमें 2047 से पहले अपने देश को विकसित बनाना है. आज भारत दुनिया की सबसे तेजी से आगे बढ़ती अर्थव्यवस्था. इसी गति से आगे बढ़ते हुए ही हमारा देश വികസിത് ബനേഗ. രാസവളം, റെയിൽവേ, ഊർജ്ജം, കൽക്കരി എന്നീ മേഖലകളുമായി ബന്ധപ്പെട്ട് വിവിധ പദ്ധതികളാണ് പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിച്ചത്. യൂറിയ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെ 8,900 കോടിയിലേറെ രൂപ ചെലവഴിച്ച് നിർമ്മിച്ച സിന്ദ്രി പ്ലാന്റും പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിച്ചു. 12.7 ലക്ഷം മെട്രിക് ടൺ ആഭ്യന്തര യൂറിയ ഉൽപാദനമാണ് പ്ലാന്റ് ലക്ഷ്യമിടുന്നത്. റെയിൽവേ മേഖലയിലെ 17,600 കോടി രൂപയുടെ പദ്ധതിക്കാണ് പ്രധാനമന്ത്രി തുടക്കമിട്ടത്. 3 ട്രെയിൻ സർവീസുകൾ പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. ഉച്ചയ്ക്ക് ശേഷം പശ്ചിമബംഗാളിലെ ഹൂഗ്ലിയിലെ അരാംബാഗിൽ 7,200 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികളുടെ സമർപ്പണവും നിർമ്മാണോദ്ഘാടനവും ശ്രീ നരേന്ദ്രമോദി നിർവഹിക്കും. പശ്ചിമബംഗാളിലെ തന്നെ നാദിയ ജില്ലയിലും പ്രധാനമന്ത്രി വിവിധ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നുണ്ട്. തുടർന്ന് പ്രധാനമന്ത്രി ബീഹാർ സന്ദർശിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. അർബൻ സഹകരണ ബാങ്കുകളുടെ സംഘടനയായ നാഷണൽ അർബൻ കോഓപ്പറേറ്റീവ് ഫിനാൻസ് ആന്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് നാളെ കേന്ദ്രമന്ത്രി അമിത് ഷാ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. സഹകർ സേ സമൃദ്ധി എന്നതിലൂടെ ആത്മനിർഭർ ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിലേക്കുള്ള സുപ്രധാന ചുവടുവയ്പ്പാണ് ഇതിനെ വിശേഷിപ്പിക്കപ്പെടുന്നത്. അർബൻ സഹകരണ ബാങ്കിംഗ് മേഖലയെ നവീകരിക്കാനും ശക്തിപ്പെടുത്താനും ഇതിലൂടെ സാധിക്കുമെന്നാണ് പ്രതീക്ഷ. ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്താൻ ഇന്ത്യയും ഇറ്റലിയും വേഗത്തിലുള്ള വിസ പ്രോസസിംഗ്, സുരക്ഷിതവും നിയമപരവുമായ മൈഗ്രേഷൻ ആന്റ് മൊബിലിറ്റി പങ്കാളിത്ത കരാർ തുടങ്ങിയവ ഇന്നലെ നടന്ന ഇന്ത്യ ഇറ്റലി ഉച്ചകോടിയിൽ ചർച്ചയായി. ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം സെക്രട്ടറി മുക്തേഷ് കുമാർ പർദേശി നയിച്ചു. സ്ത്രീകളുടെയും കുട്ടികളുടെയും സംരക്ഷണം തുടങ്ങി വിവിധ വിഷയങ്ങളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള വഴികളും ഇരു രാജ്യങ്ങളും ചർച്ച ചെയ്തു. റഷ്യയിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാരെ എത്രയും വേഗം തിരികെ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് കേന്ദ്ര സർക്കാരെന്ന് വിദേശകാര്യ മന്ത്രാലയം. റഷ്യൻ സൈന്യത്തിൽ സഹായികളായി പോയ 20ഓളം പേരെ എത്രയും വേഗം തിരികെ കൊണ്ടുവരുമെന്ന് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. വിഷയത്തിൽ റഷ്യൻ അധികൃതരുമായി മന്ത്രാലയം നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. റഷ്യ ഉക്രൈൻ സംഘർഷം ചർച്ചയിലൂടെ നയതന്ത്ര ഇടപെടലുകളിലൂടെ പരിഹരിക്കണമെന്ന ഇന്ത്യയുടെ നിലപാട് ശ്രീ ജയ്സ്വാൾ ആവർത്തിച്ചു. ഖത്തറിൽ തടവിലാക്കിയ 8 ഇന്ത്യൻ പൌരന്മാരിൽ 7 പേർ മടങ്ങിയിട്ടുണ്ടെന്നും ഒരാൾ അധികം വൈകാതെ രാജ്യത്തെത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ഇറാനിൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. പാർലമെന്റിലെ 290 സീറ്റുകളിലേക്കാണ് തിരഞ്ഞെടുപ്പ്. ഉയർന്ന പുരോഹിത സ്ഥാനീയനെ തിരഞ്ഞെടുക്കാൻ പരമാധികാരമുള്ള അസംബ്ലി ഓഫ് എക്സ്പേർട്സിലെ 88 അംഗങ്ങളെയും ഇതിലൂടെ തിരഞ്ഞെടുക്കും. 61.2 ദശലക്ഷത്തിലധികം ആളുകൾ തങ്ങളുടെ വോട്ട് രേഖപ്പെടുത്തും. രാജ്യത്ത് കടുത്ത സാമ്പത്തിക, രാഷ്ട്രീയ, സാമൂഹിക സമ്മർദ്ദങ്ങൾക്കിടയിലാണ് വോട്ടെടുപ്പ്. 2022ൽ 22കാരിയായ മഹ്സ അമീനിയുടെ കസ്റ്റഡി മരണത്തെ തുടർന്നുണ്ടായ ജനകീയ പ്രതിഷേധത്തെ തുടർന്ന് സമ്മർദ്ദത്തിലായ നിലവിലെ സർക്കാരും ശക്തമായ തിരിച്ചുവരവിനായി ജനവിധി തേടി രംഗത്തുണ്ട്.
ബംഗ്ലാദേശിലെ ധാക്കയിൽ ഷോപ്പിംഗ് മാളിൽ ഇന്നലെ രാത്രിയുണ്ടായ തീപിടുത്തത്തിൽ 43 മരണം 22 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. മരണസംഖ്യ ഇനിയും ഉയരാനാണ് സാധ്യത. 2 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിൽ തീ നിയന്ത്രണ വിധേയമാക്കിയതായി ഫയർ സർവീസ് ആൻഡ് സിവിൽ ഡിഫൻസ് വക്താവ് അറിയിച്ചു. സഹായ വിതരണം കാത്തുനിന്ന 100ലേറെ പാലസ്തീനികൾക്ക് നേരെ ഇസ്രായേൽ സേന വെടിയുതിർത്തതായി ഗാസ ആരോഗ്യ മന്ത്രാലയം. ഗസ നഗരത്തിലുണ്ടായ ആക്രമണത്തിൽ 112ഓളം പേർ മരിച്ചതായും 280ലേറെ പേർക്ക് പരിക്കേറ്റതായും പലസ്തീൻ ആരോഗ്യ വിദഗ്ധർ അറിയിച്ചു. അതേസമയം സഹായം വിതരണം ചെയ്യാനെത്തിയ ട്രക്കുകൾക്ക് അടിയിൽപ്പെട്ടാണ് പലരും മരിച്ചതെന്ന് ഇസ്രായേൽ പ്രതികരിച്ചു. ATP ദുബായ് ഓപ്പൺ ടെന്നീസിൽ പുരുഷന്മാരുടെ ഡബിൾ സെമിയിൽ ഇന്ത്യയുടെ യുകി ഫാംബ്രിയും നെതർലൻഡ്സിന്റെ റോബിൻ ഹാസയും യുഎസിന്റെ ഓസ്റ്റിൻ ക്രൈജിക് ക്രൊയേഷ്യയുടെ ഇവാൻ ഡോജിസ് സഖ്യത്തെ നേരിടും. ഉച്ചകഴിഞ്ഞ് 3 മണിക്കാണ് മത്സരം. ഇന്നലെ യുകെയുടെ ജാമി മുറയും ന്യൂസിലൻഡിലെ മൈക്കിൾ വീനസിനെയും 6-4, 7-6 എന്ന സ്കോറിന് പരാജയപ്പെടുത്തിയാണ് ഫാംബ്രി ഹാസെ സഖ്യം സെമിയിലെത്തിയത്. ജർമ്മൻ ഓപ്പൺ ബാഡ്മിന്റണിൽ വനിതാ ഡബിൾസ് ക്വാർട്ടർ ഫൈനലിൽ ഇന്ത്യയുടെ ട്രീസ ജോളി ഗായത്രി ഗോപീചന്ദ് സഖ്യം ചൈനയുടെ യിജിങ് ലീ സുമീൻ ലുവോ സഖ്യത്തെ നേരിടും. രാത്രി 8:40 മത്സരം. ചെക്ക് ജോഡികളായ സോന ഹൊറുങ്കോവ, കാത്തജീന സുസാക്കോവ സഖ്യത്തെ നേരിട്ടുള്ള സെറ്റുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ സഖ്യം ക്വാർട്ടറിലേക്ക് മുന്നേറിയത്. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഇന്ന് UP വാരിയേഴ്സ് ഗുജറാത്ത് ജയന്റ്സിനെ നേരിടും. വൈകിട്ട് 7:30 ബാംഗ്ലൂരുവിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ 25 റൺസിന് പരാജയപ്പെടുത്തിയിരുന്നു. സന്തോഷ് ട്രോഫിയിലെ അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ കേരളത്തിന് സർവീസസിനെതിരെ 1-1 സമനില. സജീഷിലൂടെ കേരളം ലീഡ് നേടിയെങ്കിലും സമീർ മുർമു സർവീസസിനും സമനില സമ്മാനിച്ചു. ഇതോടെ 10 പോയിന്റുമായി സർവീസസ് ഗ്രൂപ്പിൽ 1-ാം സ്ഥാനത്ത് തുടരുന്നു. 8 പോയിന്റുള്ള കേരളം 3-ാം സ്ഥാനത്താണ്. ഇന്ന് ഉച്ചയ്ക്ക് 2:30 നടക്കുന്ന ഗോവ അസം മത്സരത്തിനു ശേഷമേ ഗ്രൂപ്പിലെ ടീമുകളുടെ സ്ഥാനം സംബന്ധിച്ച ചിത്രം തെളിയൂ. കേരളത്തിന് നികുതി വിഹിതമായി 2736 കോടി രൂപ കേന്ദ്ര ധനമന്ത്രാലയം അനുവദിച്ചു. സംയോജിത ചരക്ക് സേവന നികുതി വിഹിതവും ലഭിച്ചതോടെ ആകെ 4000 കോടിയോളം രൂപ ലഭിച്ചിട്ടുണ്ട്. 28 സംസ്ഥാനങ്ങൾക്കായി 1,42,122 കോടി രൂപയാണ് കേന്ദ്രം അനുവദിച്ചത്. വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ മരണപ്പെട്ട വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ നെടുമങ്ങാട്ടുള്ള വീട്ടിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സന്ദർശിച്ചു. മാതാപിതാക്കളുമായി ഗവർണർ സംസാരിച്ചു. SFIയുടെ നടപടിയെ ക്രൂരതയെന്ന് വിശേഷിപ്പിച്ച ഗവർണർ ഇതിന് മുതിർന്ന നേതാക്കൾ കൂട്ടുനിൽക്കുകയാണെന്ന് പറഞ്ഞു. സിദ്ധാർത്ഥിന് നേരിടേണ്ടി വന്നത് കാട്ടുനീതിയെന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ. ആൾക്കൂട്ട വിചാരണ നടത്തി ഒരു ചെറുപ്പക്കാരനെ തല്ലിക്കൊന്നവരെ സംരക്ഷിക്കുന്ന CPM കാട്ടുനീതിയുടെ കാവൽക്കാരാവുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. സിദ്ധാർത്ഥിന് നീതി ഉറപ്പാക്കാൻ ഒന്നിച്ചു പോരാടാമെന്നും ശ്രീ മുരളീധരൻ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ഒഡീഷ സന്ദർശനം തുടരുന്നു. ഇന്ന് ബെറാംപൂർ സർവകലാശാലയുടെ 25ാമത് ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കും. 2047 ഇന്ത്യ വികസിത രാജ്യമാകുമെന്ന് പ്രധാനമന്ത്രി. ജാർഖണ്ഡിൽ 35,700 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് ശ്രീ നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. ഇറാനിൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. അസംബ്ലീസ് ഓഫ് എക്സ്പേർട്സിലെ 88 അംഗങ്ങളെയും തിരഞ്ഞെടുക്കും. കേരളത്തിന് സംയോജിത ചരക്ക് സേവന നികുതി വിഹിതം ഉൾപ്പെടെ 4000 കോടിയോളം രൂപ അനുവദിച്ച് കേന്ദ്ര ധനമന്ത്രാലയം. നികുതി വിഹിതമായി 2736 കോടി രൂപ ലഭിക്കും. ദുബായ് ഓപ്പൺ ടെന്നീസ് പുരുഷ ഡബിൾ സെമിയിൽ ഇന്ത്യയുടെ യുകി ഫാംബ്രി സഖ്യം ഇന്നിറങ്ങും. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഇന്ന് UP വാരിയേഴ്സ് ഗുജറാത്ത് ജയന്റ്സ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.